യെസ്, എന്തായാലും ഇത് CPM ജില്ലാ സെക്രട്ടറി DS ജോയ് ഈ നിലപാട് അദ്ദേഹം എടുക്കുകയാണ്. എന്തായാലും ഇതിൽ വലിയ രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപം കൂടിയാണ്, അല്ലെങ്കിൽ ശ്രീലേഖ ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ടോ? എന്തായാലും മേയർ BB രാജേഷ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷനിൽ ഭരണമാറ്റമുണ്ടാകുന്നു. 4 പതിറ്റാണ്ടിന് ശേഷം CPMന്റെ ഭരണം മാറി വരുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് CPMും സർക്കാരും തമ്മിലുള്ള BJP കോർപ്പറേഷനും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് അത് വഴിമാറുമോ എന്ന ചോദ്യമാണ്. കാരണം തലസ്ഥാന കോർപ്പറേഷനാണ്, തന്ത്രപ്രധാനമായ ഇടമാണ്, അവിടുത്തെ മേയർക്കടക്കം അത്തരം സാന്നിധ്യമുണ്ട്. തലസ്ഥാന നഗരത്തിൻ്റെ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ കോർപ്പറേഷൻ കൗൺസിലാണ് ഏറ്റവും പ്രധാനമായി മാറുക. അപ്പോൾ സർക്കാരും കോർപ്പറേഷനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി ഇത് വഴിമാറുമോ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്ക് എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന കാര്യം കൂടി ഒന്ന് നോക്കാം. അതായത് പ്രധാനമായും ഈ തർക്കത്തിലേക്ക് വരുമ്പോൾ ഈ തർക്കത്തിൻ്റെ അടിസ്ഥാനം ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ കോർപ്പറേഷനിലെ ഭരണമാറ്റം പുതിയ വഴി തർക്കങ്ങൾക്ക് വഴിവെക്കുമോ? സർക്കാരും കോർപ്പറേഷനും നേരിട്ട് ഏറ്റുമുട്ടലിലേക്കാണ്. മുൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുമോ? നൈറ്റ് ലൈഫ് പദ്ധതിയെ BJP അനുകൂലിക്കുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പല തിരുവനന്തപുരം നഗരവുമായി ബന്ധപ്പെട്ട ചില അഭിമാന പദ്ധതികളിൽ പലതും അത് കോർപ്പറേഷൻ്റെ തീരുമാനങ്ങളിൽ കൂടി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ആ തീരുമാനങ്ങളെ അനുകൂലിക്കാൻ ഈ പുതിയ കോർപ്പറേഷൻ തയ്യാറാകുമോ? അതല്ല ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഏറ്റുമുട്ടലിൻ്റെ തുടക്കമാണെങ്കിൽ അതിന് വലിയ തുടർച്ച ഉണ്ടാവേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്യും. ഒരുപക്ഷെ കൂടുതൽ കേന്ദ്ര സർക്കാർ പദ്ധതികളോ അതുമായി ചേർന്ന് നിൽക്കുന്ന ചില വിവാദ തീരുമാനങ്ങളോ ഒക്കെ തലസ്ഥാനത്തുണ്ടായാൽ അതും ഇതുമായി കൂട്ടി വായിക്കപ്പെടാനുള്ള സാധ്യതകളും ചെറുതല്ല. കോർപ്പറേഷനിലെ ഭരണമാറ്റം പുതിയ തർക്കങ്ങൾക്ക് വഴി തുറക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുകയും ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോർപ്പറേഷനിലെ സർക്കാരും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴി തുറക്കുമോ? നേരിട്ട് ഏറ്റുമുട്ടലിന് വഴി തുറക്കുമോ എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ വിഷയത്തിൽ ഓഫീസ് വിവാദത്തിൻ്റെ തുടക്കമാണെങ്കിൽ മറ്റ് നിരവധി വിഷയങ്ങൾ ഇരിക്കുകയാണ്. ആ ഏറ്റുമുട്ടൽ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുമോ എന്ന ചോദ്യമാണ്. തിരുവനന്തപുരം നഗരം ഒരു അധികാര കേന്ദ്രമായി BJP ഏറ്റെടുത്താൽ അത് സർക്കാരുമായി, പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും അതത് സർക്കാരുകളും തമ്മിൽ ചേർന്ന് പോയെങ്കിലേ പലപ്പോഴും പല കാര്യങ്ങളിലും മുന്നോട്ട് പോകാനാവുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. എന്താണത്? മുൻ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുന്നുണ്ട്. കാരണം മുൻ ഭരണസമിതി ഏറെ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ടതാണ്. ചില തീരുമാനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇടവെച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ തീരുമാനങ്ങളിൽ ഒരു പുനഃപരിശോധന, തീരുമാനങ്ങൾ സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണസമിതി, BJPയുടെ ഭരണസമിതി തയ്യാറാകുമോ? അങ്ങനെയെങ്കിൽ അത് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ്. മറ്റൊരു കാര്യം, തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് നൈറ്റ് ലൈഫ് പദ്ധതി. ഈ നൈറ്റ് ലൈഫ് പദ്ധതി അന്ന് സംസ്ഥാന സർക്കാരും ഒക്കെ ടൂറിസം പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതിയെ ഇപ്പോഴത്തെ BJP ഭരണസമിതി അനുകൂലിക്കുമോ എന്ന ചോദ്യമുണ്ട്. ഇത് സംബന്ധിച്ച് മേയറോട് ചില ചോദ്യങ്ങൾ ഇതിനകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു നിലപാട് വ്യക്തവും ഉണ്ടായിട്ടുമില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJP ഈ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ പൊതുവിൽ എതിർത്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആ എതിർപ്പ് അവർ നിലനിർത്തുമോ? മറിച്ച് തിരുവനന്തപുരം രാത്രികളിലും സജീവമാകുന്ന ചില ഇടങ്ങൾ സൃഷ്ടിക്കുക എന്ന ആ ഒരു വലിയ ആശയത്തെ BJP എതിർക്കുമോ? ഇതൊരു തുടക്കം മാത്രമാണെങ്കിൽ ആ എതിർപ്പുകൾ പലതരത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതൊക്കെ സംഭവിക്കുമോ എന്ന വലിയ ചോദ്യം കൂടിയാണ് ഉയരുന്നത്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് BJP കൗൺസിലർ ശ്രീലേഖ, മുൻ DJP, അവർ MLAയുടെ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതുണ്ടാക്കുന്ന വിവാദമാണ്. ഈ വിവാദത്തിൻ്റെ വസ്തുത എന്ത് എന്ന ചോദ്യം കൂടി ഏറെ പ്രസക്തമായി മാറുകയാണ്. എന്തായാലും ഇത് സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഇതൊരു രാഷ്ട്രീയ വിവാദമാക്കുകയാണ് ഇടതുപക്ഷം, CPM. അതാണിപ്പോൾ പ്രശാന്തിൻ്റെയും തൊട്ട് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിൽ പ്രകടമാവുന്ന കാര്യം. ഇത് വളരെ ബോധപൂർവമാണ്. BJP നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഒരു നീക്കം നടക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടാവുമല്ലോ, അല്ലേ? സജിത്ത്, ചോദ്യം വ്യക്തമല്ല, ഒന്ന് ആവർത്തിക്കാമോ? സാറുക, ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇപ്പോൾ ശ്രീലേഖയുടെ നീക്കത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട് എന്ന ആക്ഷേപമാണ് പൊതുവിൽ CPM ഉന്നയിക്കുന്നത്. കാരണം ജോയ് CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ അടക്കമുള്ള വാക്കുകളിൽ അത് വളരെ പ്രകടമാണ്.
അങ്ങനെയെങ്കിൽ ഇതിനൊരു BJP യുടെ മറുപടി കൂടി ഉണ്ടാവുള്ളൂ, ഒരു മറുവാദം ഉന്നയിക്കണല്ലോ. ശ്രീലേഖ പറയുന്നതിനപ്പുറം BJP ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന ആക്ഷേപത്തെ BJP കൂടി ഏറ്റെടുക്കാനുള്ള സാഹചര്യമുണ്ടോ? അത്തരം മറുപടി ഉണ്ടാകുമോ BJP യുടെ ഭാഗത്ത്? സജിത്ത്, തീർച്ചയായും. കാരണം ഇതൊരു സൗഹൃദ സംഭാഷണം എന്ന രീതിയിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയ പോരിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം കൃത്യമായി ഇതൊരു രാഷ്ട്രീയമാണ്, ഒരു ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അത് ഇടത് MLA-യുടെ ഓഫീസ് ഒഴിപ്പിക്കുക എന്ന് പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. മാത്രമല്ല ഇതിൽ എഗ്രിമെന്റ് അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഒഴിപ്പിക്കൽ സാഹചര്യം എന്താണ് നടക്കുമ്പോൾ, അതായത് കൃത്യമായൊരു അതായത് മുതിർന്ന ഭാഗത്തുനിന്ന്, അതായത് ഉയർന്ന തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മുറി ഒഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ ഇതിൽ BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായി ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. ഒരു ശ്രീലേഖയുമായി ബന്ധപ്പെട്ട പ്രതികരണം അല്ലാതെ കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഭരണത്തിലേറി ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അതൊരു വലിയ വിവാദം ഉണ്ടാക്കാൻ BJPയും ശ്രമിക്കില്ല എന്നൊരു പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഭരണത്തിലേറുന്നത്. തുടക്കം തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കം തുടക്കം തൊട്ട് തന്നെ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന VV രാജേഷിന്റെയും ആശാനാഥിന്റെയും അടക്കമുള്ള പത്രസമ്മേളനത്തിനടക്കം പറഞ്ഞിട്ടുള്ളത് 101 കൌൺസിലർമാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾക്കൊന്നും തന്നെ വഴികൊടുക്കാതെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതൊരു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇതൊരു വികസനത്തിന്റെ പാതയിലേക്ക് തുടരുന്നുവെന്നടക്കമായിരുന്നു പ്രതികരണം. പക്ഷേ അത് കഴിഞ്ഞ അടുത്ത ദിവസമാണ് ഈ ഒരു രാഷ്ട്രീയ വിവാദം പുകയുന്നത്. അതിൽ വ്യാപകമായി ഇടതിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ആക്രമണം ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല ഒരു പ്രതികരണം, അതായത് ഈ ഒരു ശ്രീലേഖയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു കൃത്യമായിട്ടുള്ള, അതായത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പ്രതികരണം എന്നാണ് ഇടതിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത്. പക്ഷേ അതിന് BJP നേതൃത്വം ഇതുവരെയായിട്ടും ഒരു മറുപടി അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണം നൽകിയിട്ടില്ല. മേയർ അടക്കം ഇതിൽ നിലവിൽ പ്രതികരിച്ചിട്ടില്ല. പ്രതികരണങ്ങൾ ആരായുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കൃത്യമായി ഇപ്പോൾ നിലവിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് മേയർ അടക്കം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കൂടുതൽ വശങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് BJPയുടെ പ്രതികരണം അധികം വൈകാതെ തന്നെ ഉണ്ടാകും. കാരണം ഇത് വലിയ വിവാദത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയടക്കം മുൻനിർത്തിക്കൊണ്ട് ഒരു വിശദീകരണം, മാത്രമല്ല ഇപ്പോൾ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണി എന്ന തരത്തിൽ വിശദീകരണം നൽകാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മേയറിന്റെ ഭാഗത്തുനിന്നടക്കം ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. യെസ്, എന്തായാലും ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക്. ആ തരത്തിലാണ് ഇത് പോകുന്നത്. ഒപ്പം ശ്രീലേഖയുടെ ഈ വാദത്തെ ഏറ്റെടുക്കാൻ BJP നേതൃത്വം, മേയർ അടക്കമുള്ളവർ തയ്യാറാകുമെന്ന കാര്യം കൂടി വളരെ പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ രാഷ്ട്രീയ തർക്കത്തിലേക്ക് തന്നെ പോയേക്കാം. പറഞ്ഞത് സൗഹാർദ്ദപരമെങ്കിലും ആവശ്യം ഒരുപക്ഷെ പെട്ടെന്നൊഴിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. എന്തായാലും ഇതൊരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകും. ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ടെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ആ രാഷ്ട്രീയം എന്നത് പരിശോധിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു വലിയ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമെങ്കിൽ ആ രാഷ്ട്രീയത്തിന് മറ്റൊരു പ്രസക്തമുണ്ട്. എന്താണത്? ശ്രീലേഖ മേയർ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവർക്ക് നൽകിയില്ല. അങ്ങനെയെങ്കിൽ ശ്രീലേഖയ്ക്ക് മുന്നിലുള്ള ഓഫർ വട്ടിയൂർക്കാവിലെ നിയമസഭാ സീറ്റാണ്. വട്ടിയൂർക്കാവിൽ നിയമസഭാ സീറ്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റുമുട്ടേണ്ടി വരിക VK പ്രശാന്തുമായിട്ടാണ്. VK പ്രശാന്ത് ഒപ്പം ശ്രീലേഖ മത്സരത്തിന് കളമൊരുകാനുള്ള സാഹചര്യമുണ്ട്. അതിനുള്ള തുടക്കമാണോ ഇപ്പോൾ സംഭവിച്ചത് എന്ന കാര്യം കൂടി വളരെ പ്രസക്തമാണ്. MLA സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ളയാളും തമ്മിലുള്ള ഏറ്റുമുട്ടലായി കൂടി ഈ നീക്കം മാറുകയാണോ? അങ്ങനെയെങ്കിൽ വലിയ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി കാണുന്നുണ്ടോ? അത് മുന്നിൽ കണ്ടുകൂടിയാണോ ഇടതുപക്ഷം ഇപ്പോഴേ അതിന് മറ്റൊരു ബദലൊരുക്കുന്നത് എന്നതുകൂടി പ്രസക്തമായ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ആ നീക്കത്തിനും പ്രസക്തി ഏറെയാണ്. കാരണം പ്രശാന്ത് ഓഫീസിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്താൽ ആ ഓഫീസിനെ വിപുലമായി ഒരു കൗൺസിൽ ഓഫീസായി പുതിയ തരത്തിലേക്ക് മാറ്റിയെടുക്കുക, ആ തരത്തിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടിയാണോ എന്ന സാധ്യത കൂടി ഒരു പക്ഷേ ഇടതുപക്ഷം കാണുന്നുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഈ വിവാദത്തിന് ബന്ധമുണ്ട് എന്നൊരു ചുരുക്കത്തിലേക്ക് കൂടി നമുക്ക് പോവേണ്ടി വരും. അത്തരം രാഷ്ട്രീയ സാഹചര്യമുണ്ടോ എന്ന പരിശോധന കൂടി നടത്താം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ശ്രീലേഖയുടെ